Write 3 arithmetic sequences with the sum of first 7 terms as 70. Sum of first 7 terms എത്രയാണ്? 70 ആണ് അല്ലേ? ഫസ്റ്റ് 7 terms ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7 അല്ലേ? ഇതാണ് ഫസ്റ്റ് 7 terms. ഈ ഫസ്റ്റ് 7 termsന്റെ സം എന്ന് പറയുന്നത് എന്താണ്? 7 terms അല്ലേ? അപ്പോൾ 7 into മിഡിൽ ടേം അല്ലേ? മിഡിൽ 1, ഈ 7 termsൽ മിഡിൽ ടേം ഏതാണ്? 1, 7, 2, 6, 3, 4 മിഡിൽ വരുന്ന 4 ആണ് അല്ലേ? അപ്പോൾ 7 into ഫോർത്ത് ടേം ആണ് സം എന്ന് പറയുന്നത് അല്ലേ? സോ 7 into ഫോർത്ത് ടേം ആണ് സമ്മ്. സം എത്രയാണ് തന്നിട്ടുള്ളത്? 70 അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഫോർത്ത് ടേം കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 7 ഇൻറ്റു ചെയ്തേക്കില്ലേ? അപ്പോൾ ഇൻറ്റു 7 ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. സോ ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 70 by 7. 70 by 7 എത്രയാണ്? 10 ആണല്ലേ? സോ ഫോർത്ത് ടേം 10 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അരിത്തമെറ്റിക് സീക്വൻസസ് എഴുതണം അല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഫോർത്ത് ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം എപ്പോഴും എന്തായിരിക്കണം? 10 ആവണം അല്ലേ? അപ്പോൾ നമുക്ക് 10 എഴുതാം. ഇത് ഫോർത്ത് ടേം ആണ്. അപ്പോൾ അതിന് മുമ്പ് എത്ര ടേംസ് ഉണ്ടാകും? 3 ടേംസ് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ 3 ടേംസ്. 10 കഴിഞ്ഞിട്ട് ബാക്കി ടേംസ് ഉണ്ടാകും അല്ലേ? ഇത് ഫോർത്ത് അല്ലേ? അപ്പോൾ ഫിഫ്ത്ത് ടേം ഉണ്ടാകും, സിക്സ്ത്ത് ടേം ഉണ്ടാകും, സെവൻത്ത് ടേം ഉണ്ടാകും, എക്സെട്ര എക്സെട്ര അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ളത് കോമൺ ഡിഫറൻസ് 1 ആയിട്ട് ആണെങ്കിൽ സീക്വൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ അടുത്തത് 11, അടുത്തത് 11ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക 12, അതിന് അടുത്തത് 12ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അത് 13 അല്ലേ? ഇനി 10ന് മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, 9, 8, 7 അല്ലേ? ഇങ്ങനെ ഒരു സീക്വൻസ് ആവാം. ഈ സീക്വൻസിൻ്റെ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എന്തായിരിക്കും? 70 ആയിരിക്കും. ഇനി വേറെ ടേം എഴുതാലോ. ഫോർത്ത് ടേം എപ്പോഴും എന്തായിരിക്കും? 10 ആവണം അല്ലേ? കാരണം നമ്മൾ കണ്ടുപിടിച്ചു ഈ സീക്വൻസിൻ്റെ ഫോർത്ത് ടേം എന്തായിരിക്കും? 10 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് 7 ടേം, ഇങ്ങോട്ടൊരു 3 ടേം, ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് എന്തെടുക്കാം? 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത ടേം 10 കഴിഞ്ഞിട്ടുള്ള ടേം എന്തായിരിക്കും? 10ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 12. അടുത്ത ടേം 12ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 14. അടുത്തത് 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 16 അല്ലേ? ഇനി ഇങ്ങോട്ട് 10ൻ്റെ മുമ്പുള്ള ടേംസ് എന്തായിരിക്കും? 10ൽ നിന്ന് 2 കുറച്ചാൽ 8, 8ൽ നിന്ന് 2 കുറച്ചാൽ 6, 6ൽ നിന്ന് 2 കുറച്ചാൽ 4 അല്ലേ? ഇങ്ങനെ സീക്വൻസ് ആവാം. ഇനി വേറെ സീക്വൻസ് നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസ് എഴുതാം. ഞാനിവിടെ ഇനി കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള സീക്വൻസ് ആണ് എഴുതുന്നത്. ഫോർത്ത് ടേം എപ്പോഴും എന്താണ്? 10 ആണ് അല്ലേ? അപ്പോൾ അതിന് മുമ്പ് എത്ര ടേംസ് ഉണ്ടാവും? 3 ടേംസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ 10 കഴിഞ്ഞിട്ടുള്ളത് 10 + 3 അത് 13 ആണ്. 13 കഴിഞ്ഞിട്ടുള്ള ടേം 13 + 3 16 ആണ്. 16 കഴിഞ്ഞിട്ടുള്ള ടേം 16 + 3 19 ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു സീക്വൻസ് ആവാം. ഇനി 10ന് മുമ്പുള്ളത് 10 - 3 7 ആണ്. 7ന് മുമ്പുള്ളത് 7 - 3 4 ആണ്. 4ന് മുമ്പുള്ളത് 4 - 3 1. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെയൊക്കെ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എന്തായിരിക്കും? 70 ആയിരിക്കും. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 7 × 4-ാം പദമാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 7 × 4-ാം പദം = 70 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 4-ാം പദം കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റു 7നെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും. അപ്പോൾ 4-ാം പദം 70/7 അത് 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇനി സമാന്തര ശ്രേണികൾ എഴുതിക്കൂടെ? അപ്പോൾ ആദ്യം ഞാൻ 4-ാം പദം 10 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 10 ആദ്യം 4-ാം പദമായിട്ട് എഴുതാം. അപ്പോൾ 10ന് മുമ്പ് 3 പദങ്ങൾ വേണം, എന്നാലേ 10 4-ാം പദം ആവുള്ളൂ അല്ലേ? 10ന് ശേഷം 3 പദങ്ങൾ കണ്ടുപിടിക്കാം. ആകെ 7 പദങ്ങൾ വേണം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള പൊതുവ്യത്യാസം എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 ആണ് എടുത്തിട്ടുള്ളത്. പൊതുവ്യത്യാസം 1 ആണെങ്കിൽ സമാന്തര ശ്രേണി എന്ത് വരും? 10ന് ശേഷമുള്ള പദങ്ങൾ 10 + 1 11, 11 + 1 12, 12 + 1 13. 10ന് മുമ്പുള്ള പദങ്ങൾ കിട്ടണമെങ്കിൽ 10ൽ നിന്ന് 1 കുറക്കുക. 10 - 1 9, 9 - 1 8, 8 - 1 7 അല്ലേ? ഇനി അടുത്ത ശ്രേണിയിൽ ഞാൻ
പൊതുവ്യത്യാസം 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ 10ന് ശേഷമുള്ള പദം കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ 12. അതിന് ശേഷമുള്ള പദം കിട്ടണമെങ്കിൽ 12ൻ്റെ കൂടെ 2 കൂട്ടുക 14. പിന്നെ 14ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 16 കിട്ടും അല്ലേ. ഇനി 10ന് മുമ്പുള്ള പദങ്ങൾ കിട്ടണമെങ്കിൽ 10ൽ നിന്ന് 2 കുറക്കുക. അപ്പോൾ 8 കിട്ടും. 8ൽ നിന്ന് 2 കുറച്ചാൽ 6 കിട്ടും. 6ൽ നിന്ന് 2 കുറച്ചാൽ 4 കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ഞാൻ പൊതുവ്യത്യാസം 3 ആയിട്ടുള്ള ശ്രേണിയാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ 10ൻ്റെ അടുത്തുള്ള പദം കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ 3 കൂട്ടുക. അപ്പോൾ 13 കിട്ടും. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ 13ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 16 കിട്ടും. അതിനടുത്ത പദം കിട്ടണമെങ്കിൽ 16ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 19 കിട്ടും. ഓക്കെ. ഇനി 10ന് മുമ്പുള്ള പദങ്ങൾ കിട്ടണമെങ്കിൽ 10ൽ നിന്നും 3 കുറയ്ക്കുക 7 കിട്ടും. 7ൽ നിന്ന് 3 കുറച്ചാൽ 4 കിട്ടും. 4ൽ നിന്ന് 3 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഈ 3 ശ്രേണികളുടെയും ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്തായിരിക്കും? 70 തന്നെ ആയിരിക്കും. The sum of the first 3 terms of an arithmetic sequence is 30 and the sum of first 7 terms is 140. What is the second term of the sequence? അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്താണ്? 30 ആണ് അല്ലേ. പക്ഷെ നമുക്കറിയാം ഫസ്റ്റ് 3 ടേംസ് ആണ് 1, 2, 3 അല്ലേ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. 3 ടേമിൻ്റെയും സം എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു മിഡിൽ ടേം അല്ലേ. 3 ഇൻറ്റു സെക്കൻഡ് ടേം ആണ് അല്ലേ. 3 ഇൻറ്റു സെക്കൻഡ് ടേം ആണ് ഈ സം എന്ന് പറയുന്നത് അല്ലേ. അത് എത്രയാണ് സം? 30. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3യെ കെൽവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 30/3. 30/3 എത്രയാണ്? 10 ആണ് അല്ലേ. സോ സെക്കൻഡ് ടേം 10 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 140 ആണ് അല്ലേ. 140 ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് 7 ടേംസ് എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ഇതാണ് 7 ടേംസ് അല്ലേ. അപ്പോൾ ഈ ടേംസിൽ ഈ ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 7 ഇൻറ്റു മിഡിൽ ടേം അല്ലേ. മിഡിൽ ടേം ഏതാണ് ഇതിൽ? 1, 7, 2, 6, 3, 5, 4 ആണല്ലേ. അപ്പോൾ 7 ഇൻറ്റു ഫോർത്ത് ടേം ആണ് ഇവിടുത്തെ സമ്മ്. ദാറ്റ് ഈസ് എത്രയാണ് സമ്മ് തന്നിട്ടുള്ളത്? 140 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഫോർത്ത് ടേം കണ്ടുകൂടെ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 7 ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 7 ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ ബൈ 7 ആകും. സോ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 140/7. എത്രയാണ്? 20 ആണ് അല്ലേ. സോ ഫോർത്ത് ടേം 20 ആണ്. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ സീക്വൻസിൽ നമ്മൾ സെക്കൻഡ് ടേം കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 10 ആണ്. ഓക്കെ. പിന്നെ ഫോർത്ത് ടേം കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 20 ആണ് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക? അത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫോർത്തിൽ നിന്ന് ഈ സെക്കൻഡ് മൈനസ് ചെയ്യുക. 4 - 2 അത് എത്രയാണ്? 2 അല്ലേ. 4 - 2 2 ആണ് അല്ലേ. അപ്പോൾ പ്ലസ് 2d. സെക്കൻഡ് ടേമിൻ്റെ കൂടെ 2d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുക അല്ലേ. സെക്കൻഡ് ടേം എത്രയാണ്? 10 അല്ലേ. 10 അല്ലേ. അപ്പോൾ 10 + 2d ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം 20. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് d കാണാം അല്ലേ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? അത് ഈ 10നെ ഈ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 10നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും അല്ലേ. സോ 2d ഈസ് ഈക്വൽ ടു 20 - 10. ദാറ്റ് ഈസ് 2d ഈസ് ഈക്വൽ ടു 20 - 10 എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് d കണ്ടുപിടിക്കാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ d ഈസ് ഈക്വൽ ടു 10/2. ദാറ്റ് ഈസ് 10/2 എന്ന് വെച്ചാൽ 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 ടേംസ് എഴുതിക്കൂടെ? സെക്കൻഡ് ടേം എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പോൾ 10ന് ശേഷമുള്ള ടേമാണ് തേർഡ് ടേം അല്ലേ. അത് കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 5 അല്ലേ. അപ്പോൾ 10 + 5 അത് എത്രയാണ്? 15 ആയിരിക്കും. ഇനി 10ന് മുമ്പുള്ള ഒരു ടേമാണ്. 10 സെക്കൻഡ് ടേം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 10ൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയ 5 മൈനസ് ചെയ്യുക. 10 - 5 5 അല്ലേ.
So the first three terms are 5, 10, 15. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140ഉമാണ്. ശ്രേണിയിലെ രണ്ടാം പദം എന്താണ്? അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30 ആണെന്ന്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു രണ്ടാം പദമാണ് അല്ലേ? അത് 30 ആണ്. അപ്പോൾ രണ്ടാം പദം ഇതിൽ നിന്ന് കാണാൻ അതിന് വേണ്ടി ഇൻറ്റു 3 ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. അപ്പോൾ രണ്ടാം പദം എന്ന് പറയുന്നത് 30/3 അത് 10 ആണ്. ഇനി ശ്രേണിയിലെ നാലാം പദം എന്താണ്? ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 7 ഇൻറ്റു നാലാം പദമാണല്ലേ? 7 ഇൻറ്റു നാലാം പദം ഈസിക്കൽ ടു 140 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നാലാം പദം കാണാൻ അതിന് വേണ്ടി ഇൻറ്റു 7നെ ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 7 ആകും അല്ലേ? അപ്പോൾ നാലാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 140/7 അത് എത്രയാണ്? 20. ഇനി മൂന്നാമത്തേത് ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം രണ്ടാം പദം 10 എന്നും നാലാം പദം 20 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നാലാം പദം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 4ൽ നിന്ന് 2 കുറയ്ക്കുക. 4 - 2 2 അല്ലേ? അപ്പോൾ 2 പൊതുവ്യത്യാസം അല്ലെങ്കിൽ 2D കൂട്ടുമ്പോഴാണ് നാലാം പദം കിട്ടുക അല്ലേ? അപ്പോൾ രണ്ടാം പദം 10 ആണ്. അപ്പോൾ 10 + 2D = നാലാം പദം 20. അപ്പോൾ ഇതിൽ നിന്നും 2D കാണാം. അതിന് വേണ്ടിയിട്ട് ഈ +10നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും. അപ്പോൾ 2D = 20 - 10 അത് എത്രയാണ്? 10. അപ്പോൾ D എന്ത് വരും? 10/2 അത് 5. ഓക്കെ. അപ്പോൾ ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? രണ്ടാം പദം നമുക്ക് കിട്ടി 10 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ രണ്ടാം പദം 10 എന്ന് എഴുതുക. ഇനി രണ്ടാമത്തിന് മുമ്പ് ഇരിക്കും എന്ത്? ഒന്നാം പദം. ഒന്നാം പദം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം കുറക്കുക. 5 അല്ലേ പൊതുവ്യത്യാസം? അപ്പോൾ 10ൽ നിന്ന് 5 കുറച്ചാൽ 5 കിട്ടും. 10ന് ശേഷമുള്ള പദം കിട്ടണമെങ്കിൽ മൂന്നാം പദം കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അതായത് 10ൻ്റെ കൂടെ 5 കൂട്ടുക, അത് 15 കിട്ടും. The sum of the first 5 terms of an arithmetic sequence is 150. The sum of first 10 terms is 550. What is the third term of the sequence? അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 150 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് 1 2 3 4 5 ഇതാണ് ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ ഇവയുടെ സം എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻറ്റു മിഡിൽ ടേം എത്രയാണ്? 1 5 2 4 കഴിഞ്ഞാൽ 3 ആണ് അല്ലേ? തേർഡ് ടേം ആണ് അല്ലേ? 5 ഇൻറ്റു തേർഡ് ടേം. ഓക്കെ, ഇതാണ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 150 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തേർഡ് ടേം കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ തേർഡ് ടേം ഈസ് ഇക്വൽ ടു 150/5. 150/5 എത്രയാണ്? 30 ആണ് അല്ലേ? സോ 30 ആണ് തേർഡ് ടേം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദ സീക്വൻസ്? 8th ടേം കാണാൻ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് 10 ടേംസും തന്നിട്ടുണ്ട് അല്ലേ? 1 മുതൽ 10 വരെയുള്ള ടേംസിൽ നമുക്ക് ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് അറിയാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മിൽ നിന്നും സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് 6th ടേം മുതൽ 10th ടേംസ് വരെയുള്ള ടേംസിൻ്റെ സം കിട്ടും അല്ലേ? സം ഓഫ് 6th 7th 8th 9th ആൻഡ് 10th ടേംസ്. ഇത്രയും ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് നമുക്ക് അറിയാം 550 ആണ്, മൈനസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 150 ആണ് അല്ലേ? അപ്പോൾ 550 മൈനസ് 150 എത്രയാണ്? 400 ആണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? സം ഓഫ് 6th 7th 8th 9th ആൻഡ് 10 ടേംസിൻ്റെ സമ്മ്. പക്ഷേ ഈ 6 മുതൽ 10 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, 6ഉം 10ഉം 7ഉം 9ഉം പിന്നെ എന്താ 8 ആണ് മിഡിലുള്ളത് അല്ലേ? എത്ര ടേംസ് ആണ് ഇത്? ടോട്ടൽ 5 ടേംസ് അല്ലേ? 6 മുതൽ 10 വരെ 6 7 8 9 10 വരെ 5 ടേംസ് ആണ്. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം 8 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 8
ഫസ്റ്റ് ടേം ആണ് എന്ത് 400, അതായത് സം എന്ന് പറയുന്നത്, അതായത് 400. ഓക്കെ, ഇതിൽ നിന്ന് 8 ടേം കണ്ടുകൂടെ, അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 5നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 5നെ കിലോൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ 8 ടേം ഈസ് ഈക്വൽ ടു 400/5. 400/5 എത്രയാണ്? 80 ആണ് അല്ലേ. സോ 8 ടേം എന്ന് പറയുന്നത് 80 ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ തേർഡ് ടേം നമുക്ക് കിട്ടി, എത്രയാണ്? 30 ആണ്. പിന്നെ 8 ടേമും കിട്ടി, അത് 80 ആണ്. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് ടേമിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 8 ടേം കിട്ടുക, എത്ര കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് 8 ടേം കിട്ടുക, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 8ൽ നിന്നും തേർഡ് മൈനസ് ചെയ്യുക. 8 - 3 5 അല്ലേ. അപ്പോൾ 5D, തേർഡ് ടേമിൻ്റെ കൂടെ 5D കൂട്ടുമ്പോഴാണ് 8 ടേം കിട്ടുക അല്ലേ. തേർഡ് ടേം 30 ആണ് അല്ലേ. അപ്പോൾ 30 + 5D ഈസ് ഈക്വൽ ടു 8 ടേം 80. ഓക്കെ, ഇതിൽ നിന്നും 5D കാണാമല്ലോ, അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 30 ആഡ് ചെയ്തേക്കല്ലേ, അപ്പോൾ +30 കിലോൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ 5D ഈസ് ഈക്വൽ ടു 80 - 30. 5D ഈസ് ഈക്വൽ ടു 80 - 30, അത് എത്രയാണ്? 50 ആണ് അല്ലേ. സോ 5D ഈസ് ഈക്വൽ ടു 50. അപ്പോൾ D എന്തായിരിക്കും? D കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, ഇൻറ്റു 5നെ കിലോൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ D ഈസ് ഈക്വൽ ടു 50/5. 50/5 അത് എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് 3 ടേംസ് എഴുതാലോ. ഓക്കെ, സീക്വൻസിലെ തേർഡ് ടേം 30 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, 30. അപ്പോൾ അതിന് മുമ്പ് എന്താണ്? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഉണ്ടാവും അല്ലേ, 2 ടേം ഉണ്ടാവും. 30യുടെ മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 30യിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, -10. അപ്പോൾ 30 - 10 എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം 20. ഇനി 20യുടെ മുമ്പുള്ള ടേം കിട്ടണമെങ്കിൽ 20യിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, -10. 20 - 10 എത്രയാണ്? 10. ഓക്കെ, സോ ദ സീക്വൻസ് ഈസ് 10, 20, 30 എക്സെട്ര. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉമാണ്. ശ്രേണിയുടെ മൂന്നാം പദം എന്താണ്? അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്. 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 5 × മൂന്നാം പദമാണ് അല്ലേ, അത് 150 ആണ്. അപ്പോൾ മൂന്നാം പദം കാണാം, അതിന് വേണ്ടിയിട്ട് ഈ × 5നെ ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും അല്ലേ. അപ്പോൾ മൂന്നാം പദം എന്ന് പറയുന്നത് 150/5, അത് 30. ഇനി 8ാം പദം എന്താണ്? നമുക്കറിയാം 6ാം പദത്തിൻ്റെയും 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും 9ാം പദത്തിൻ്റെയും 10ാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക മൈനസ് ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് അല്ലേ. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉം ആദ്യത്തെ 10 പദങ്ങളുടെ തുക 150ഉമാണ്. അപ്പോൾ 550 - 150 അത് 400 ആണ് അല്ലേ. പക്ഷേ 6ാം പദം പ്ലസ് 7ാം പദം പ്ലസ് 8ാം പദം പ്ലസ് 9ാം പദം പ്ലസ് 10ാം പദം എന്ന് പറയുന്നത് എന്താണ്? 5 × 8ാം പദമാണ് അല്ലേ, അത് 400 ആണ്. അപ്പോൾ 8ാം പദം ഇതിൽ നിന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ട് × 5നെ കിലോൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. അപ്പോൾ 8ാം പദം എന്ന് പറയുന്നത് 400/5, അത് 80 കിട്ടും. മൂന്നാമത്തെ ചോദ്യം, ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് മൂന്നാം പദം 30 എന്നും 8ാം പദം 80 എന്നും കിട്ടി അല്ലേ. മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 8ാം പദം കിട്ടുക? അതിന് വേണ്ടി 8ൽ നിന്നും 3 കുറയ്ക്കുക, അത് 5 ആണ് അല്ലേ. അപ്പോൾ 5 പൊതുവ്യത്യാസം അല്ലെങ്കിൽ 5D കൂട്ടുമ്പോഴാണ് 8ാം പദം കിട്ടുക അല്ലേ. മൂന്നാം പദം 30 അല്ലേ, അപ്പോൾ 30ൻ്റെ കൂടെ 5D കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8ാം പദമായ 80 കിട്ടും. 30 + 5D = 80. ഇതിൽ നിന്ന് 5D കാണാം, അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ +30നെ ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. അപ്പോൾ 5D = 80 - 30, അത് 50 ആണ്. അപ്പോൾ D എന്തായിരിക്കും? 50/5, അത് 10. അപ്പോൾ പൊതുവ്യത്യാസം 10 കിട്ടി. ഇനി ശ്രേണി എഴുതാലോ. അപ്പോൾ മൂന്നാം പദം 30 ആണെന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ 30 ആദ്യം എഴുതുക. ഇനി ബാക്കി 1ാം പദവും 2ാം പദവും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 2ാം പദം കിട്ടണമെങ്കിൽ മൂന്നാം പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക.
അതായത് 30-ൽ നിന്നും 10 കുറക്കുക, അപ്പോൾ 20 കിട്ടും. ഒന്നാം പദം കിട്ടണമെങ്കിൽ 20-ൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക, അതായത് 10 കുറക്കുക, അത് 10 കിട്ടും അല്ലേ. അപ്പോൾ ശ്രേണി 10, 20, 30 എന്ന് വരും.